നമസ്കാരം, ഞാൻ ഹരിപ്രസാദ്, SKP അഗ്രഫാം വാണിയംകുളം. നമ്മളിന്ന് ഒന്ന് രണ്ട് മാവുകളുടെ വിശേഷമാണ്. ഒന്ന് നമ്മളെ ബാരി ലെവൻ മാങ്ങ ഒന്ന് പഴുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം. പലരും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇത്തവണ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം മൂത്ത് വരുന്ന മാങ്ങകളാണ് കേട്ടോ, രണ്ടെണ്ണം. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. പഴുത്ത മാങ്ങ കാണിച്ചു തരാം, അതിൻ്റെ റിവ്യൂ നോക്കാം. അതിനു മുമ്പ് നമ്മളൊരു മല്ലിക മാവ് കാഴ്ചതുണ്ട് ഇവിടെ, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മല്ലിക. ചെറിയ ഒരു ഡ്രമ്മിലാണ്, ഒരു 20-25 ലിറ്റർ മാക്സിമം കപ്പാസിറ്റി ഉള്ളൊരു ചെറിയൊരു പാത്രത്തിലാണ് നട്ടുള്ളത്. ഇത്തരമുള്ള പാത്രങ്ങളിൽ നടുന്ന സ്ഥലം തീരെ കുറവുള്ളവർ മാത്രമേ ഇതിൽ നടാവൂ. കുറച്ചും കൂടി വലിയ ഒരു 100 ലിറ്റർ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ഒക്കെ ഡ്രമ്മിലാണ് നടാൻ നല്ലത്. 100 ലിറ്ററെങ്കിലും ഉള്ള ഡ്രമ്മിലാണ് നടാൻ നല്ലത്. ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളിലാകുമ്പോൾ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യാം. പിന്നെന്താ വെച്ചാൽ 2-3 മാങ്ങകളാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഇനം, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്കറിയാൻ പറ്റും. വളരെ അടുത്തടുത്ത് വെക്കാം. ഇതൊക്കെയാണ് വളരെ സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഇതിങ്ങനെ വളരെ അടുത്ത് വെക്കാം. ഇതിപ്പോൾ 1 മീറ്ററിൽ 2 മാവുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 1 മീറ്ററിൽ അകലത്തിൽ 2 മാവുകൾ. ഒന്നും കൂടി അടുപ്പിച്ച് ഇനിയും വെക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേറെയും അടുപ്പിച്ച് കുറച്ചും കൂടി അടുപ്പിച്ച് ഇനിയും നമുക്ക് മാവുകൾ വെക്കാൻ പറ്റും. അതാണ് ഇത്ര അടുപ്പിച്ച് വെച്ചാലുള്ളൊരു ഗുണം. പിന്നെ അടുത്ത് മാവ് നടുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിലത്തുനിന്ന് ഒരു 30 സെൻറ്റിമീറ്റർ എത്തുമ്പോഴേക്കും നിപ്പ് കട്ട് ചെയ്ത് ശിഖരങ്ങൾ വരുത്തി ഇങ്ങനെ ബുഷാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ കാറ്റടിച്ച് മറിഞ്ഞു വീഴില്ല. അങ്ങനെ നമുക്ക് ബുഷാക്കി വളർത്താം. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതൽ വന്നിട്ടുള്ള മാവാണ്. ഞാൻ കുറച്ച് വലിയ തൈ തന്നെ നട്ടതായിരുന്നു ഇതിൽ. പക്ഷേ ഇങ്ങനെ നിർത്തുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയും സൗകര്യവും നമുക്കിങ്ങനെ ഈ ബുഷാക്കി നിർത്തുമ്പോഴാണ്. ഇത് റോയൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഇനാണ്. റോയൽ സ്പെഷ്യൽ ഇതൊരു ഓൾ സീസൺ മാങ്ങയാണ്. വലിയ ഗുണമുള്ള മാങ്ങ എന്നല്ല, നമുക്ക് അച്ചാറിനൊക്കെ പറ്റും. ഇത് ഞാൻ പഴുത്ത് കഴിച്ചിട്ടില്ല, എങ്കിലും കേട്ടറിവാണ് കേട്ടോ. ഇത് ഇത്തവണ ആദ്യമായിട്ടുണ്ടായതാണ്. എന്നാലും നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ പറയുകയും ചെയ്യാം. അച്ചാറിനൊക്കെ പറ്റും. ഒരു ഓൾ സീസൺ ആയിട്ട് ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓൾ സീസൺ ഇല്ല, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ. എങ്കിലും ഈ വേനൽക്കാലത്ത് 2-3 തവണ കായ്ക്കും. അതാണ് ഓൾ സീസൺ എന്ന് പറയുന്നത്. ഇത് മനോരഞ്ജിതം എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇത് ഞാനിത് പഴുത്ത് കഴിച്ചിട്ടില്ല. ഇത്തവണ കഴിച്ചിട്ട് ഇതിൻ്റെയും ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. 2-3 മാങ്ങ അതിലുണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 300 മാങ്ങയുടെ വലുപ്പമൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ചുകൂടി വലുതാവുമോ എന്നുള്ളത് അറിയില്ല. ഇത് നമ്മുടെ രത്നയാണ്. രത്ന കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ആ മാങ്ങ ഇത്ര വലുപ്പമായിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമിൽ മുകളിൽ തൂക്കം വന്നിട്ടുണ്ട്. 300 ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് തോന്നുന്നുണ്ട്, കാഴ്ചയിൽ തോന്നുന്നുണ്ട്. നല്ല മൂപ്പെത്തിയിട്ടില്ല. ഇതിലിപ്പോൾ നമുക്ക് 2-3 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെയും ചാണക സ്ലറിയാണ് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത്. ചാണക സ്ലറി ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും. ഇതിനിപ്പോൾ കൃത്യസമയത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും മാങ്ങ കൊഴിഞ്ഞു പോയത്. കുറേ പൂത്തിരുന്നു. ആഴ്ചയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. ഇതും രത്നയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരു 70 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ നിപ്പ് കട്ട് ചെയ്തു, എന്നിട്ട് ബുഷാക്കിയിരിക്കുകയാണ്. കുറച്ചുകൂടി താഴേന്ന് കട്ട് ചെയ്യായിരുന്നു. ഇനിയുള്ള ഇതൊക്കെ നമ്മൾ ആദ്യത്തെ പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുക മല്ലിക മാവ് കാണിച്ച പോലെ 30 സെൻറ്റിമീറ്ററിലൊക്കെ വെച്ച് നിപ്പ് കട്ട് ചെയ്തിരുന്നു വെച്ചാൽ ഒന്നും കൂടി ബുഷായിട്ട് താഴെ നിന്ന് കൂടുതൽ ഭംഗിയിൽ നിൽക്കുമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല പ്രായം വന്നിട്ടുണ്ട്. 3-3.5 വർഷമായിട്ടുണ്ടോ ഈ രത്ന. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം. കായ്ക്കുന്ന ആ കായോട് കൂടി നമുക്ക് ഇങ്ങനെ എടുത്ത് ഒറ്റ കൈ കൊണ്ട് എടുത്ത് മാറ്റാൻ സാധിക്കും. നോക്കാം. അപ്പോൾ നമ്മുടെ ബാരി ലെവൻ്റെ മാങ്ങ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇത് നമുക്ക് പഴുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പഴുത്തിട്ടുള്ളൊരു മാങ്ങ. നമ്മുടെ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഉള്ളിൽ നല്ല ഓറഞ്ച് കളറ്, കട്ടും മഞ്ഞ കളറാണ് ഉള്ളിൽ കാണുന്നത്. ഇത് ഞാൻ മൂപ്പത്തി മാങ്ങ കൊണ്ടുവന്നിട്ട് വൈക്കോലിൽ വെച്ച് പഴുപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ നമ്മളെ മരത്തിൽ തന്നെ നിന്ന് പഴുക്കുമ്പോഴേക്കും ചിലപ്പോൾ കിളിയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഒന്ന് പറിച്ച് വെച്ച് വൈക്കോലിൽ വെച്ച് പഴുപ്പിച്ചതാണ്. ചെറിയൊരു കേടെല്ലാം തോന്നുന്നുണ്ട്. പഴുപ്പ് അധികമായിട്ടാണെന്ന് തോന്നുന്നു.
അസാധ്യ രുചി എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്. ഒരു ഒരു ചുണയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. എന്നാലും അതിഗംഭീരമായിട്ടുള്ളൊരു മാങ്ങാന്ന് പറയാൻ തോന്നുന്നില്ല. ഒരു ആവറേജ് രുചിയുള്ള തിരക്കടില്ലാത്ത മാങ്ങയാണ്. പിന്നെ ബാരി ലെവൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഓൾ സീസൺ പോലെ ഇങ്ങനെ കായ്ക്കും, 2-3 തവണ കായ്ക്കും. ഇത് നമ്മുടെ ബംഗനാപ്പള്ളി മാങ്ങയാണ്. അപ്പോൾ ബാരി ലെവൻ തിരക്കടില്ലാത്തൊരു മാങ്ങ കേട്ടോ. അത്ര എന്നാലും 2-3 തവണ കായ്ക്കും പൂക്കുകയൊക്കെ ചെയ്യുന്നൊരു മാങ്ങയാണ്. അപ്പോൾ പെട്ടെന്ന് കായ്ച്ചും തുടങ്ങും. തിരക്കടില്ലാത്തതാണ്. നമുക്ക് നട്ട് ബാരാമസി പോലെ തീരെ ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഇനമല്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അസാധ്യ മാങ്ങ എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. ആവറേജ് ഒരു ലൈറ്റ് മധുരമാണ്, കടും മധുരമില്ല. ഒരു ചുണയുടെ ഒരു ചെറിയൊരു എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മിക്സായി വരുന്നത്. ബംഗനാപ്പള്ളി മാങ്ങയാണ് കേട്ടോ ഇത്. ബംഗനാപ്പള്ളീൻ്റെ മാവ് നഴ്സറിയിലാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലുള്ള മാവുകളാണ് ഇത്. ഇപ്പോൾ നഴ്സറിയിലേക്ക് ഇപ്പോൾ പോകാൻ നേരില്ല. അപ്പോൾ പിന്നീടൊരു വീഡിയോയിൽ ആ മാവ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാങ്ങ തന്നെയാണ് ബംഗനാപ്പള്ളി. എന്നാലും ഇന്ന് പഴുത്ത് കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചു. വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് ബംഗനാപ്പള്ളി. സൂപ്പർ മാങ്ങയാണ് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മാങ്ങയാണ്. ഞങ്ങൾ ഒന്ന് മൂത്ത് പൊട്ടിക്കണം. മൂത്ത് പൊട്ടിച്ച മാങ്ങ കടയിൽ നിന്ന് കിട്ടുന്നത് മിക്കവാറും മധുരം കുറവായിരിക്കും. മൂത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്ന് ചനച്ച് വരുമ്പോൾ തന്നെ അതിന് നല്ല രുചിയാണ്. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി രുചിയാണ്. ഇതിപ്പോൾ നല്ല പഴുപ്പ് എത്തിയില്ല, ഒന്നും കൂടി പഴുക്കണം ഇത് രുചിയാവണമെങ്കിൽ. എങ്കിലും ഇപ്പോഴും കഴിച്ചാലും മധുരമാണ്, അതുകൊണ്ട് മുറിക്കണം. ബംഗനാപ്പള്ളിയിൽ പിന്നെ പേടിക്കാനില്ല. മൂത്ത മാങ്ങ നമുക്ക് ഒരുവിധം പഴുപ്പായാൽ തന്നെ നമുക്കത് മുറിക്കാം. അതിൽ പിന്നെ ടെൻഷൻ അടിക്കാനില്ല. എന്നുവെച്ചാൽ പുളി ഉണ്ടാവുമോ എന്നൊന്നും സംശയിക്കാനില്ല എന്നർത്ഥം. ചെറിയ പഴുപ്പായാൽ പോലും മധുരമാണ്, പുളി തീരെ ഇല്ലാത്തൊരു ഇനാണ്. എന്താ സൂപ്പർ മാങ്ങയാണ്. മധുരം എന്ന് പറഞ്ഞാൽ കൽക്കണ്ടം പോലത്തെ മധുരമാണ്. സൂപ്പർ മാങ്ങ. ബംഗനാപ്പള്ളി എല്ലാവർക്കും അറിയുന്ന മാങ്ങയാണ്. ആന്ധ്ര ബംഗനാപ്പള്ളി ആണ് കുറച്ച് വലുപ്പം കൂടുതലും നല്ല ടേസ്റ്റ് ഉള്ളത്. സൂപ്പർ മാങ്ങയാണ്. ഓക്കെ, ഇത് നമ്മളൊരു കുളമ്പ് മാവാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുളമ്പിന് സ്വതവേ ഒരു പച്ച കളറാണ് കാണുക. ഇതിന് കുറച്ച് മഞ്ഞ നിറം വരും. പിന്നെ പഴുക്കുമ്പോഴും ഇതിന് കുറച്ചും കൂടി മഞ്ഞ നിറം വരും. നല്ല ടേസ്റ്റുമാണ്. തീരെ ചുണക്കുത്തില്ലാത്തൊരു കുളമ്പ് മാങ്ങയാണ്. ഇതിലൊക്കെ ഉണ്ടല്ലേ ചെറിയൊരു ഒരു മഞ്ഞ കളറ് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ പലയിടത്തും കണ്ടപ്പോൾ തനി പച്ചയായിട്ടാണ് കാണാറ്. ഇതിന് ഈ വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു മഞ്ഞ കളർ മൂക്കുന്നതിനനുസരിച്ചാണ് വരിക. അതായത് അത്യാവശ്യം മൂത്ത മാങ്ങയാണ്. അതിൽ ഒരു